സിറാലി ഉണ്ടെന്ന് പറയുന്നത് പോടാ പോടോ എന്നാണ്. ഓ ശരി. പിന്നെ ചില സ്ഥലത്ത് ട്രോ എന്ന് പറയും. ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഡാല ഡാല, ഇവിടെ ടെൻസാനിയയിൽ ഡാല ഡാല എന്ന് പറയും. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കാണുന്നത് ഞാൻ പോകേണ്ട ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് ഒരു ബസ് സ്റ്റാൻഡ് കണ്ടു. അപ്പോൾ ഞാൻ ഈ ഡ്രൈവറോട് ചോദിച്ചു, ഇവിടുന്ന് നൈറോബിക്ക് വണ്ടി വരാൻ പോകുന്നുണ്ടോ? പുള്ളി പറഞ്ഞു, നൈറോബിയിൽ ഞാൻ എൻ്റെ മെഴ്സഡീസ് കാറും കൊണ്ട് പോയാൽ അതിനകത്ത് തിരിച്ചു വരുമോയെന്ന് ഒരു ഉറപ്പുമില്ല. ഞാൻ ജീവിച്ചിരിക്കുമെന്നും ഉറപ്പില്ല. ഗുഹ ഒരു 10 സീറ്റ് വലിച്ചാൽ സാബിർ 20 സീറ്റ് വലിക്കും. പുള്ള വൈഫ് ഒരു എണ്ണം വഹിക്കും. പുള്ളി ഒരു 3 ബിയർ കഴിച്ച് ബിസ്കറ്റ് കഴിക്കും, അവർ 4 കഴിക്കും. നല്ല കപ്പിൾ, ഒരു വളരെ രസകരമായ ഒരു കപ്പിളാണ്. ഒരു പീസ് വാഴയ്ക്ക് വെച്ചു. വാഴയ്ക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഉപ്പിലിട്ട മാങ്ങ കുറേ കാലം ഇരുന്ന് കഴിഞ്ഞിട്ട് വായിലിട്ടാൽ എങ്ങനെ ഇരിക്കും, അതിൻ്റെ ഒരു 10 ഇരട്ടി ചുവയും അതിൻ്റെയൊക്കെ ഗ്യാസും കമർപ്പും എല്ലാം കൂടുതലൊരു സാധനം. അപ്പോൾ എന്നെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്ന മട്ടായിട്ടുണ്ട്. ആഫ്രിക്കയിൽ ദീർഘകാലം ജീവിച്ച് ആഫ്രിക്കൻ മനുഷ്യരോടൊപ്പവും അവിടുത്തെ അധികാരികളോടൊപ്പവും ഒക്കെ ഇടപെട്ട് അനവധി വ്യത്യസ്ത അനുഭവങ്ങളുമായി എത്തിയ ഒരാളാണ് നമ്മോടൊപ്പം ഇന്ന് ശ്രീ കെ ഭാസ്കരൻ നായർ. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ, പ്രത്യേകിച്ച് ആഫ്രിക്കയിലുണ്ടായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ ആഫ്രിക്കൻ ജീവിതത്തിനിടയ്ക്ക് ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഉൾനാടുകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അന്ന് ഈ കാറിൽ ചില ഗ്രാമങ്ങളിലേക്കൊക്കെ പോയ കഥയാണ് പറഞ്ഞത്. ഈ വിമാനത്തിലും ഒക്കെ അല്ലാതെ ഈ ആഫ്രിക്കയിൽ നിന്ന് ഒരു രാജ്യത്തിന് അടുത്ത രാജ്യത്തേക്ക് ബസ് സർവീസുകളൊക്കെ ഉണ്ടല്ലോ. ഇത്തരത്തിൽ ലോങ് ട്രിപ്പ് ബസ്സിൽ ഈ ഉൾനാടുകളൊക്കെ കണ്ട് യാത്ര ചെയ്തിട്ടുണ്ടോ? 35 വർഷത്തിനകത്ത് ഒരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു തവണ പോയിട്ടു? ഒരു തവണ ബസ്സിൽ പോയുള്ളൂ. അവിടെ മതിയാക്കിയതാണോ? അവിടെ അല്ലല്ല. സാധാരണഗതിയിൽ ബസ്സിനകത്ത് യാത്ര ചെയ്താൽ അതിനകത്തിരിക്കുന്ന ആൾക്കാർ തന്നെ വന്ന് അന്തം വിട്ട് നോക്കും, ഇത് പിന്നെ ആരാളെ ഇതിനകത്ത് നിന്ന് കയറുന്ന നോക്കും. അപ്പോൾ അവിടെ തന്നെ ഡാല ഡാല എന്നാണ് പറയുന്നത്. നമ്മുടെ പണ്ട് കാലത്ത് ചെറിയ ബസ്സുകൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരു 18 സീറ്റൊക്കെ ഉള്ള ബസ്സുകൾ, കുട്ടി ബസ്സുകൾ, ഡാല ഡാല. ടെൻസാനിയ സിറാലി ഉണ്ടെന്ന് പറയുന്നത് പോടാ പോടോ എന്നാണ്. പിന്നെ ചില സ്ഥലത്ത് ട്രോ എന്ന് പറയും. ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഡാല ഡാല, ഇവിടെ ടെൻസാനിയയിൽ ഡാല ഡാല എന്ന്. ടാൻസാനിയൻ ജീവിതകാലത്താണോ ഇത്? ടാൻസാനിയ ജീവിതകാലത്താണ്. ടാൻസാനിയ ജീവിതകാലത്ത് ഞങ്ങളുടെ കോർപ്പറേറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് കമ്പനിയുടെ, എല്ലാ കമ്പനികളുടെയും, ഞങ്ങൾ ജൂബിലി ഇൻഷുറൻസ് കമ്പനിയുടെ 4-5 കമ്പനികളുടെ ഭാഗത്തുള്ളതിനകത്ത് ഞങ്ങളുടെ കോർപ്പറേറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് കെനിയയിലാണ്. കെനിയ നൈറോബിയിലാണ്. അപ്പോൾ ഞങ്ങളുടെ ബോർഡ് മീറ്റിംഗ്സ്, ഒരു ബോർഡ് മീറ്റിംഗ് ഞങ്ങൾ കോർപ്പറേറ്റ് ഹെഡ് ഓഫീസിൽ നടക്കും എല്ലാ വർഷവും. ഒരു 3 മീറ്റിംഗ് അതാത് സ്ഥലങ്ങളിൽ വെച്ച് നടത്തും. ദാരാസലാം വെച്ച്, എൻ്റെ കമ്പനിയാണ്, ദാരാസലാം വെച്ച് നടത്തും. ഒരു മീറ്റിംഗ് നൈറോബി വെച്ച് നടത്തും. അപ്പോൾ അങ്ങനെ ഒരു മീറ്റിങ്ങിന് ഉള്ള തയ്യാറെടുപ്പായിരുന്നു ഞാൻ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് ബോർഡ് മീറ്റിംഗാണ്. തലേ ദിവസം രാവിലെ ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഇരിക്കുമ്പോഴത്തേക്ക് അരൂഷയിലെ എൻ്റെ ബ്രാഞ്ച് മാനേജർ എന്നെ വിളിച്ച് പറയുന്നു, മോഷി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബിസിനസ് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അവിടെ ഞാൻ കഴിയുന്ന ശ്രമിച്ചു നോക്കി, നടക്കുന്നില്ല. നമ്മളുടെ അവിടുത്തെ ബിസിനസ് എല്ലാം പോകുന്നൊരു മട്ടാണ് കാണുന്നത്. സാറിന് വരണം വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നാളെ ബോർഡ് മീറ്റിംഗാണ്, ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്, എനിക്ക് പോകാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം പുള്ളി പറഞ്ഞു, ഇല്ലെങ്കിൽ നമ്മൾ മോഷി ആ ഭാഗത്തുള്ള ബിസിനസ് കംപ്ലീറ്റ് ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്, അല്ലെങ്കിൽ ദാരുസലാമിൽ നിന്ന് മോഷിക്ക് ചെല്ലണം. അതൊരു ദീർഘമായ യാത്രയല്ലേ? ഒരു 1.5 മണിക്കൂറത്തെ ഫ്ലൈറ്റ് ഉണ്ട്. പക്ഷേ അധികം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഫ്ലൈറ്റ് നമ്പറില്ല, 1-2 ഒക്കെ ഉള്ളൂ. അപ്പോൾ അത് ഉള്ള സമയത്ത് നമുക്ക് ട്രാവൽ ചെയ്യണം. പിന്നെ കിളിമഞ്ചാരോയിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് മോഷിയിലേക്ക് ഒരു 30 കിലോമീറ്റർ ഉണ്ട്. അത് വണ്ടി ഓടിച്ച് അവിടെ പോയിട്ട് ഇവിടെ തിരിക്കണം. പിന്നെ എനിക്ക് പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് മുമ്പേ നൈറോബിയിൽ എത്തിയേ പറ്റുള്ളൂ. അപ്പം വിജയ് പറഞ്ഞു, 3 മണിക്ക് കെനിയ എയർവേസിൻ്റെ ഒരു ഫ്ലൈറ്റ് കിളിമഞ്ചാരോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ബുക്ക് ചെയ്ത് വെക്കാം. എങ്ങോട്ട്? നൈറോബിക്ക്. സാർ ഇവിടെ വന്ന് ഈ കാര്യം ഒന്ന് സെറ്റിൽ ചെയ്ത് തന്നേച്ച് തിരിച്ച് ഈ ഫ്ലൈറ്റിൽ കയറി നൈറോബിക്ക് ബുക്കോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ ബുക്ക് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞു. ഞാൻ വന്ന് എയർപോർട്ടിൽ വരുമ്പോഴത്തേക്ക് അയാൾ റെഡി ആയിട്ട് തന്നോളാം, ഉടനെ നമ്മൾ പോകണം, പോയി മോഷി പോയി പുള്ളിയെ കണ്ട് കാര്യം സെറ്റിൽ ചെയ്ത് തിരിച്ച് വരാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഈ പറഞ്ഞ പോലെ ഈ 1 മിനിറ്റ് എന്നുള്ളത് നീണ്ടുപോയി, ഒരുപാട് നീണ്ടുപോയി. കാര്യമൊക്കെ സെറ്റിൽ ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കാണുന്നത് ഞാൻ പോകേണ്ട ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നു, പറന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ടാക്സി പിടിച്ച് ഞാൻ പൊക്കോളാം. അവർ വിജയ് പറഞ്ഞു, ഇല്ല ഞാൻ എൻ്റെ വണ്ടി കൊടുത്ത് ടാക്സി പിടിച്ച് അങ്ങോട്ട് പോകുന്ന കാര്യം നൈറോബിക്ക്.
അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം വിജയ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ വണ്ടി കൊണ്ടുപോകും. അപ്പോൾ ഈ ഡ്രൈവർ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം, വീട്ടിൽ പോയിട്ട് എൻ്റെ പാസ്പോർട്ട് എടുക്കണം. അല്ലാതെ അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവരൊക്കെ വല്ല സ്ഥലത്തായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, ഞാൻ ടാക്സിയെ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ബസ് സ്റ്റാൻഡ് കണ്ടു. അപ്പോൾ ഞാൻ ഈ ഡ്രൈവറോട് ചോദിച്ചു, ഈ ഇവിടുന്ന് നൈറോബിക്ക് വണ്ടി വരാൻ പോകുന്നുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, എന്നോട് അയാൾ ചോദിച്ചു ആദ്യത്തെ ചോദ്യം എന്താ അറിയുമോ, സാർ ഡാല കയറിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ കയറിയിട്ടില്ല, പക്ഷേ കയറുന്നുണ്ടെങ്കിൽ വിരോധമൊന്നുമില്ല. വിജയമാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഡിസ്കറേജ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി കൊണ്ട് എൻ്റെ വണ്ടിയും കൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു ഒന്ന് കയറി നോക്കാം, വണ്ടി ഉണ്ടെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ നിങ്ങളുടെ വണ്ടി വരാം എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഒരു ഡാല ഒരു 18 സീറ്റർ റെഡി ആയിട്ട് നിൽക്കുന്നു. ഒരു സീറ്റ് ബാക്കിയുണ്ട്. പുറകിലത്തെ 4 സീറ്റിനകത്ത് നടുക്കത്തെ യാത്ര. അപ്പോൾ വിജയ് പറഞ്ഞു സാറേ പോകല്ലേ. ഞാൻ പറഞ്ഞു നോ, പോവാണ്. ഒരു ഓവർനൈറ്ററേ ഉള്ളൂ. കയറി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കണ്ടത് 2 പരിചയക്കാർ ആ വണ്ടിക്കകത്തുണ്ട്. വിൽസൺ ഡിസാഞ്ചോ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ, വളരെ പണക്കാരനാണ്, അവിടുത്തുകാരനാണ്, മോഷിക്കാരനാണ്. പക്ഷേ പുള്ളിക്ക് ബിസിനസ് കൂടുതലുണ്ട് ദാരാസലാം. പുള്ളിക്ക് ബിസിനസ് ദാരാസലാമിലുണ്ട്, അരൂഷയിലുണ്ട്, നൈറോബിയിലുണ്ട്. അപ്പം അതുകൂടാതെ വേറെ ഒരു പട്ടേൽ അവിടുത്തുകാരൻ, അവിടെ ജനിച്ച് വളർന്നത്, പ്രായമുള്ള മനുഷ്യനാണ്. പുള്ളി അവിടെ വംശജനാണ്, അദ്ദേഹം അതിനകത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട്, നിങ്ങൾ എന്തിനാ ഇപ്പം വിൽസൺ പറഞ്ഞു, വിൽസൺ ഞങ്ങൾ വളരെ അടുപ്പമാണ്, വിൽസൺ ഞങ്ങളോട് വളരെ അടുപ്പമാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിയുടെ മെഴ്സറിസ് കാറാണ് ഞാൻ കാണുന്നത്, പുള്ളി ഞാൻ കണ്ടിട്ടുള്ളത് പുള്ളി മെഴ്സറിസ് കാറിൽ പോകുന്ന ഡ്രൈവറെ വെച്ച് പോകുന്ന ഞാൻ കണ്ടിട്ടുള്ള പുള്ളിയെ. പുള്ളി പറഞ്ഞു നൈറോബിയിൽ ഞാൻ എൻ്റെ മെഴ്സറിസ് കാറും കൊണ്ട് പോയാൽ അതിനകത്ത് തിരിച്ചു വരുമോയെന്ന് ഒരു ഉറപ്പുമില്ല, ഞാൻ ജീവിച്ചിരിക്കുമെന്നും ഉറപ്പില്ല. ഈ ഡാലായി പോയാൽ ഒന്ന് ജീവിച്ചിരിക്കും, സമയം ലാഭിക്കാം, എനിക്ക് പോകേണ്ട എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇറങ്ങാനിരിക്കുക, തിരിച്ചു വരുന്ന വഴിക്ക് ഈ വണ്ടി അവിടെ നിർത്തി എന്നെ അവിടെ വിളിച്ചുകൊണ്ട് വരികയും ചെയ്യും. പട്ടേലും അത് തന്നെ പറഞ്ഞു. പുള്ളി പറഞ്ഞു സേഫസ്റ്റ് ആണ് നൈറോബി പോകുന്നത്, ഒന്നിൽ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഇതാണ് സേഫസ്റ്റ്. അപ്പോൾ നമുക്ക് ഒരു കമ്പനിയും കിട്ടി. അപ്പോൾ അങ്ങനെ ഞാൻ ട്രാവൽ ചെയ്തു, ഏതാണ്ട് 6 മണിക്കൂറായിട്ട് അതെടുത്തു. അപ്പോൾ 2 ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, 2 രാജ്യത്തിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ കുറേ സമയം എടുത്തു. ഇവർ ഭക്ഷണം കഴിക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയൊക്കെയാണോ പോകുന്നത് അതോ? ഇല്ല, ഒന്നുമില്ല. എനിക്കൊന്നൊരു 10-10:30 ആയപ്പോൾ ഞാൻ ഹോട്ടലിലെത്തി. രാത്രി ഹോട്ടലിലെത്തി, പിന്നെ കിടന്നുറങ്ങി, രാവിലെ ബോർഡ് മീറ്റിങ്ങിന് പോയി, വൈകുന്നേരം തിരിച്ചു പോവുകയും ചെയ്തു. തിരിച്ച് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു? ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ഇന്ത്യക്കാരനോട് എങ്ങനെയാണ് അവിടെ കൊച്ച് കാണുക? പ്രത്യേകിച്ച് ഉത്തരേന്ത്യക്കാരാണ് കൂടുതൽ അവിടെയുള്ളത്. അക്കാലത്തും അവർ വലിയ പ്രമാണികളുമാണ്, സംരംഭകർ, വലിയ ബിസിനസ്സുകൾ നടത്തുന്നവരൊക്കെയാണ്, അല്ലെങ്കിൽ വലിയ എസ്റ്റേറ്റുകളുടെ ഉടമ. അങ്ങനെയുള്ളവരെ കുറിച്ചുള്ള ഓർമ്മകളുണ്ടോ അവിടെ? ഗുജറാത്തി ബിസിനസ്സുകാരാണ് അവിടെ കൂടുതലുള്ളത്. ഈ വെസ്റ്റ് ആഫ്രിക്കയിൽ സിന്ധികൾ എന്ന് പറഞ്ഞ പോലെ ഈസ്റ്റ് ആഫ്രിക്കയിൽ ഗുജറാത്തികളാണ്. അപ്പോൾ അവരൊരു 100-200 വർഷം മുമ്പ് ഇന്ത്യയിൽ നിന്ന് അഡ്വഞ്ചറസായിട്ട് തന്നെ ബോട്ടേലും ഒക്കെ കയറി മൊംബാസായി പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് നൈറോബിയിലോ അല്ലെങ്കിൽ മൊംബാസായി തന്നെയോ, പിന്നെ അവിടുന്ന് ബ്രാഞ്ച് ഓഫ് ചെയ്തിട്ട് ടെൻസാനിയയിലും അവിടുന്ന് അടുത്ത രാജ്യങ്ങളിലും ഒക്കെ പോയ ഒരു ചരിത്രമാണുള്ളത്. ഒരു അഡ്വഞ്ചറസ് ലൈഫാണ് ഉണ്ടായിരുന്നത്. ഒരാളിനെ ഞാൻ മീറ്റ് ചെയ്തത്, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പൂർവികർ മൊംബാസായിൽ നിന്ന് നടന്ന് ഒരു സ്ഥലത്തെത്തിയിട്ട് അവിടുന്ന് ഒരു ബസ് പിടിച്ചിട്ട് ദാരാസലാം വന്നിട്ട് അവിടുന്ന് 800 കിലോമീറ്റർ നടന്ന് ബോ എന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ ബിസിനസ് നല്ല ഫ്ലറിഷ് ചെയ്ത് നല്ല ബിസിനസ് ചെയ്ത് കേസുകൾ, അത്തരം കേസുകളാണ് അവിടെ ഉള്ളത്. ഗുജറാത്തികൾ പണ്ടും അതിസാഹസികരായിരുന്നു, ഭയങ്കര സംരംഭകത്വം അവരുടെ ചെറുതാണെങ്കിലും ശരി വലുതാണെങ്കിലും ശരി ഇതൊരു സംരംഭകത്വമാണ്. അതെല്ലാം പോയി ഒരു കൊച്ചു കട വെക്കുക, ആ കട വെച്ചിട്ട് അതങ്ങ് എക്സ്പാൻഡ് ചെയ്യുക, അങ്ങനെ ചെയ്യുന്നുണ്ട്. അവർക്കൊരു വില്ലേജിൽ പോകും ഒരു ചെറിയ കട വെക്കും, അത് എക്സ്പാൻഡ് ചെയ്യും, അവിടെ വീട് വാങ്ങിക്കും, അവിടെ എസ്റ്റേറ്റ് വാങ്ങിക്കും, അവിടെ മറ്റുള്ള കാര്യങ്ങൾ നടത്തും. അങ്ങനെ വളർന്ന് ആയുള്ള ആൾക്കാരാണ് അവർ മുഴുവനും. അപ്പോൾ ഇപ്പോഴത്തെ 3-ാമത്തെ തലമുറ 4-ാമത്തെ തലമുറ പറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം അന്ന് അവർ അനുഭവിച്ച ആ വേദനകളുടെ ഫലം, അതിൻ്റെ നല്ല ഫലം ഇപ്പം ഇവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സംരംഭകർ പൊതുവേ വളരെ നല്ല ആൾക്കാരാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് റഫായിട്ടുമൊക്കെ പെരുമാറുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാരും, പ്രത്യേകിച്ചും ഈ ഗുജറാത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ വളരെ സൗമ്യമായിട്ടേ പെരുമാറുകയുള്ളൂ. അവർക്ക് അവരുടെ കാര്യം കാണാനറിയാം, അതിൻ്റെ കൂട്ടത്തിൽ ആൾക്കാരോട് പെരുമാറാനറിയാം, കാര്യങ്ങൾ ചെയ്യാനറിയാം, ആൾക്കാരെ വെറുപ്പിക്കുകയില്ല.
വളരെ ചുരുക്കം ആൾക്കാരെ അങ്ങനെയാണ്. വടക്കേ വെസ്റ്റ് ആഫ്രിക്കയിലുള്ള സിന്ധികൾ കുറച്ചുകൂടെ റഫാണ്. പക്ഷേ ഇവർ വളരെ വളരെ സൗമ്യ ആൾക്കാരാണ്. ഒരനുഭവം പറയാം. ഞാൻ നൈറോബി പോയപ്പോൾ ഒരു മീറ്റിങ്ങിലിരുന്നിട്ട് കുറേ നേരം ഇരുന്ന് ഞങ്ങൾക്ക് ബ്രേക്ക് വന്നപ്പോൾ ഞാനൊന്ന് കാല് നിവർത്താനായിട്ട് പുറത്തേക്ക് ഇറങ്ങി മാമാങ്കിട സ്ട്രീറ്റിൽ നിന്ന് അടുത്ത സ്ട്രീറ്റിലേക്ക് നടന്നങ്ങനെ പോകുമ്പോഴത്തേക്കൊരു സ്റ്റേഷനറി ഷോപ്പും ഒരു പേനയൊക്കെ വിൽക്കുന്നതെല്ലാം കൂടെ ചെറിയ ഷോപ്പ് കണ്ടു. ഒരു വലിയ ഷോപ്പാണ്. അപ്പോൾ അന്ന് ഒരു വിൻഡോ ഷോപ്പിംഗ് നടത്താമെന്ന് കരുതി അതിനകത്ത് ഇങ്ങനെ കയറി നടക്കുമ്പോൾ ഇറങ്ങാൻ നേരത്ത് പേനയൊക്കെ വെച്ചിരിക്കുന്ന ഒരു പെട്ടി കണ്ടു. അത് ചില്ല് ഗ്ലാസ് ഇട്ട് നോക്കിയപ്പോൾ അതിനകത്തില്ലാത്ത പേനയില്ല. വിസ്കോന്തിയുണ്ട്, മോംബ്ലാൻ, പല ബ്രാൻഡ് പല മോഡലുകളുണ്ട്. അപ്പോൾ ഞാനത് സ്വല്പം 2-3 മിനിറ്റ് അവിടെ നിന്നു. ഈ പേന ഹരമുള്ള ഒരാളാണോ? അല്ല, ഇങ്ങനെ ഒരു ബ്രാൻഡ് കാണുമ്പോൾ അങ്ങനെ നിൽക്കണമെങ്കിൽ അതിലിച്ചിരി താല്പര്യം ഭ്രാന്തമൊക്കെ വേണമല്ലോ. ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒരു ബ്ലാക്ക് ബേർഡോ അല്ലെങ്കിൽ സ്വാനോ ഒക്കെ അങ്ങനെയുള്ള ബ്രാൻഡ് കിട്ടാൻ അത് ബ്രാൻഡാണ് അന്നത്തെ ബ്രാൻഡാണ് കുതിച്ചിട്ടുള്ള ഒരു കാലമുണ്ട് എനിക്ക്. അന്ന് ഈ ഹിഗ്രോ എന്ന് പോകേണ്ട ഒരു ചൈന പേന 5 രൂപയുള്ളൂ. പക്ഷേ അന്ന് വീട്ടിൽ പോയി അടി കിട്ടും 5 രൂപയൊക്കെ ചോദിക്കാൻ. അതന്നെ അതിൻ്റെ നിബ് ഒരു പ്രത്യേക നിബാണ്. അത് എൻകേസ്ഡ് ആണല്ലോ, അറ്റമാത കാണാനുള്ളത്. അതൊരു പേനയാണ്. അത് കൊതിച്ചിട്ടുള്ള ഒരു ഉണ്ട്. അപ്പോൾ പേനയോട് നമുക്ക് എപ്പോഴും ഒരു താല്പര്യമുണ്ട്. പക്ഷേ മോംബ്ലാൻ പെൻ വില കൂടുതലാണ്. പക്ഷെ ഒരിക്കൽ ദുബായി പോയപ്പോൾ ഒരു കടയിൽ കയറി എൻ്റെ സുഹൃത്തും കൊണ്ടുവരുന്നു. ഞങ്ങളൊന്നിച്ച് വാങ്ങിച്ചപ്പോൾ പുള്ളി ഒരു പേന വാങ്ങിച്ചു, ഞാനൊരു പേന വാങ്ങിച്ചു. അന്നാണ് 155 രൂപയുള്ള എൻ്റെ ലോവസ്റ്റ് മോഡൽ ഒരെണ്ണം വാങ്ങിച്ചു. $1 വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ 2-3 വാങ്ങിച്ചു, അങ്ങനെ പലതവണയായിട്ട് വാങ്ങിച്ചു. ഈ പേന ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഈ കടയിൽ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കി ഒരു പേന എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നോക്കി വന്നപ്പോഴത്തേക്ക് അവിടെ എല്ലാ സെയിൽസ്മാൻമാരും വളരെ ബിസി. അപ്പോൾ എനിക്ക് മീറ്റിങ്ങിന് പോകാൻ വേണം, ബാക്കി തിരിച്ചു പോകണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ നോക്കിയേച്ച് ഇറങ്ങുമ്പോൾ ഒരാൾ വിളിച്ചു, ക്യാൻ ഐ ഹെൽപ്പ് യു? നോക്കിയപ്പോൾ നല്ല തടിച്ച് നല്ല മിടുക്കനായിട്ടൊരു ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ. ഗുജറാത്തിയാണ്. അയാളുടെയാണ് കട. അപ്പോൾ അയാളെന്നെ പരിചയപ്പെടുത്തി. എന്നോട് പറഞ്ഞു, എൻ്റെ പേര് റാം ചുഗാനി എന്നാണ്, ഞാൻ എൻ്റെ ഉടമസ്ഥൻ, എന്താണ് വേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കുന്നുള്ളേ ഉള്ളൂ. അപ്പോൾ പുള്ളി തമാശയ്ക്ക് പറഞ്ഞു, നോക്കാൻ കാശൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ടി എന്നിട്ട് ചോദിച്ചു, ഏതാ കാണേണ്ടത്? പുള്ളിക്ക് മനസ്സിലായി. ഇവരൊക്കെ ഇത് ബിസിനസ് എന്താണെന്ന് അറിയാവുന്ന ആൾക്ക് ഒരാളുടെ മുഖം കണ്ടാൽ അവർക്കറിയാം എന്താ അവർക്ക് വേണ്ടതെന്ന്. ഏത് പേനയാണ്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ കാണിച്ചു കൊടുത്ത്, ആ ഒരു പേന എനിക്ക് കാണണം താല്പര്യമുണ്ട്. അപ്പോൾ പുള്ളി എൻ്റെ പോക്കറ്റിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു മോംബ്ലാൻ പേന ഉണ്ട്, വേറൊരു മോഡൽ. അപ്പോൾ പുള്ളിക്ക് നമ്മളൊരു ബഹുമാനം തോന്നി. അപ്പോൾ പുള്ളി ഇതൊന്ന് തുറന്ന് കൊടുത്ത് എന്നോട് സംസാരിക്കുന്നുണ്ട്. പുള്ളി പറഞ്ഞു, സാധാരണ ഇവിടെ വന്ന് ഈ പേനയൊക്കെ വാങ്ങിക്കുന്നത് വല്ല ബിസിനസ്സുകാരായിരിക്കും, വല്ല പൊളിറ്റീഷ്യൻസിന് സമ്മാനം കൊടുക്കാനോ അല്ലെ പിന്നെ ഒന്നുകൂടെ വല്ല പൊങ്ങച്ചം കാണിക്കാനോ ഒക്കെ അല്ലാതെ ഒരു ജെന്യൂൻ കസ്റ്റമർ ഇത്തരം പേനയൊന്നും വാങ്ങാറില്ല. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇപ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ പേന കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾ ഈ പേന ഇഷ്ടപ്പെടുന്ന ആളാണ്, സ്നേഹിക്കുന്ന ആളാണെന്ന് തോന്നി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതെടുത്ത് ഒരു കുഞ്ഞിനെ പോലെ എടുത്ത് തുടച്ച് നീക്കി എൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ തന്നങ്ങോട്ട്. ഞാനതൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, വാങ്ങിക്കാനല്ലേ, ഒന്ന് കാണാൻ വേണ്ടിയാണെന്നേ ഉള്ളൂ. അപ്പം പുള്ളി നോക്കി വെച്ച് പറഞ്ഞു, വിലയാണോ പ്രശ്നം? ഞാൻ പറഞ്ഞു, വിലയും അതെ എന്ന് പറഞ്ഞു. ഒരു ബഡ്ജറ്റുണ്ടോ? അപ്പോൾ എനിക്കറിയാം ഈ പേന ഒരു $500 കൊടുക്കാതെ കിട്ടുന്ന ഒരു പേന അല്ലെന്ന് എനിക്ക് അറിയാം. അതിൽ കൂടുതലുണ്ടായിരുന്നു. അന്ന് അറിയാം, നമുക്ക് കണ്ടറിയാമല്ലോ. ഇപ്പോഴത്തെ വില വെച്ച് കഴിഞ്ഞാൽ $40,000 രൂപയ്ക്ക് മുകളിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയാം അതൊക്കെ. അപ്പോൾ ഞാനത് പുള്ളി ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, എനിക്കൊരു $150 കൊള്ളുന്ന ഒരു ബജറ്റില്ല. പുള്ളി ഒന്ന് ആലോചിച്ചിട്ട്, ഓക്കെ യു ടേക്ക് ഇറ്റ്. രാം ജുഗാനി എന്നോട് പറഞ്ഞു, ആ പേന $150 എടുത്തോളാൻ പറഞ്ഞു. ഞാൻ $150 കൊടുത്തു, പേന വാങ്ങിച്ചു. പുള്ളി അതെല്ലാം തുടച്ച് പെട്ടിക്കകത്താക്കി എൻ്റെ തന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പോലെ എൻ്റെ സംശയം, ഇത് ശരിക്കും ജെന്യുവനാണോ ഈ പേന എന്ന് വിചാരിച്ച് ഞാൻ ചിന്തിച്ച് തിരിച്ച് ധാരാസലം വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ആ ഫ്രണ്ടിനെ പുള്ളിയെ കാണിച്ചു ഇത് നോക്കി വന്നു. പുള്ളി പറഞ്ഞു, ഇത് കുഴപ്പമൊന്നും തോന്നുന്നില്ല. എന്നിട്ട് അവന് മനസ്സിലായ സംശയം, കാരണം $150 ഈ പേന, മറ്റേ സാധാരണ ലോവസ്റ്റ് ലെവലുള്ള പേന $155 ഞാൻ വാങ്ങിച്ചത് കുറേ കാലം, അത് ദുബായിൽ നിന്ന് വാങ്ങിച്ചതാണ്. ദുബായിൻ്റെ ഒരു 120-130% കൂടുതൽ വില ഇവിടെ കാണും. എന്നിട്ട് ഈ പേന ഈ വിലയ്ക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതെന്തോ പ്രശ്നമുണ്ടോ. എനിക്ക് ആ സമയത്ത് ലണ്ടനിൽ പോകേണ്ടി വന്നു. അപ്പോൾ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ പോയപ്പോൾ ഞാൻ അവിടുത്തെ മോൺബ്ലാങ്ക് ഷോപ്പിൽ കയറി.
ഷോപ്പിൽ കയറി അവരോട് ചോദിച്ചു ഈ ബ്രാൻഡ് മോഡൽ പേന ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു ഇല്ല, അതൊരു ലിമിറ്റഡ് എഡിഷൻ പേനയായിരുന്നു, അതോടെ തീർന്നു, ഒറ്റ എഡിഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ അതിൻ്റെ പ്രൈസ് ലിസ്റ്റും അങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അതുണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി കമ്പ്യൂട്ടർ നോക്കിയിട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതിൻ്റെ വില എന്തായിരുന്നു ചോദിച്ചു. അപ്പോൾ 450 പൗണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അന്ന് ഏതാണ്ട് $600-700 ഉണ്ട് അവിടെ വിലയുണ്ട്. അപ്പോൾ ജെന്യുവനാണെന്ന് കാണിച്ചു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പേന കാണിച്ചു. പുള്ളി പറഞ്ഞ ജെന്യുവനാണ്, ഒറിജിനൽ. അത് ഒരു എഡിഷൻ ഉണ്ടായിരുന്നു, അത് തീർന്നു പോയി, ഇതാണ് സാധനം, ഒറിജിനലാണ്, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് നേരെ ദുബായിക്കാണ് പോയത്. ദുബായിക്ക് പോയി പല സ്ഥലങ്ങളിൽ അവിടെ എനിക്ക് കുറേ മീറ്റിംഗൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഹോട്ടലിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ പേനായില്ല. അപ്പം ഞാനിങ്ങനെ മനസ്സിലാകുന്നു, ഓടിച്ചു നോക്കി എവിടെയാണ് ഇത് പേന പോകുന്നതൊക്കെ. പല സ്ഥലത്ത് ഈ റീഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിൽ കയറി, അവിടെ കയറി വേറെ ആളിനെ കണ്ടു, ഞങ്ങളൊന്നിച്ച് ലഞ്ച് കഴിച്ചു. പിന്നെ ഈ ചോയ്ത്രാം ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറുണ്ട്, ഒരു പുള്ളി അടുത്ത സമയത്ത് മരിച്ചു. പുള്ളിയുടെ ഓഫീസിൽ പോയി. ഞാൻ ആ പേന അപ്പോൾ ഓർക്കുകയാണ് ഞാൻ എവിടെ പേന ഉപയോഗിച്ചെന്ന്. അവിടെ വെച്ച് പുള്ളി ഉടനെ ഒരു നമ്പർ ചോദിച്ചപ്പോൾ ഈ പേന എടുത്താണ് ഞാൻ അത് എഴുതിയത്. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ ഉണ്ടായിരുന്നു അത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ അത് ഇവിടെയാണ് പോയതെന്ന് ആലോചിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് പേന എടുത്തോ ഒന്നും അത് എവിടെയെങ്കിലും കുനിഞ്ഞപ്പോൾ പോയതാണോ. ഞാൻ അന്ന് 1-2 സുഹൃത്തുക്കളെ കാണാൻ ഉള്ള പ്ലാൻ ഇട്ടിരുന്നു, അതൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്ത്. പേനയുടെ പേരിൽ ക്യാൻസൽ ചെയ്ത് ദുഃഖകരമായിട്ട് മുറിക്കാതിരുന്നു പോയി. ഒരു വലിയൊരു നഷ്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് ലിമിറ്റഡ് എഡിഷൻ അല്ലേ, അങ്ങനെ പേടി അത് വന്നുപോയി. തിരിച്ച് ദാരാസലാമിൽ പോയി. അവിടെ പോയി ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും നെയ്റോബി വന്നു. സമയം കണ്ടെത്തി ഞാൻ ആ കടയിൽ തന്നെ പോയി. രാവിലെ തന്നെ ആ കടയിൽ പോയി. അപ്പോൾ അദ്ദേഹം ഉണ്ട് അവിടെ. പക്ഷേ അദ്ദേഹം എന്തോ ഒരു അസുഖം പിടിച്ചിട്ട് ഒരു വല്ലാത്തൊരു സ്ഥിതിയിലാണ് പുള്ളിയെ കാണുന്നത് ഞാൻ. പെട്ടെന്ന് കൊണ്ട് അസുഖം വന്നു പുള്ളിക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ രാവിലെ വന്നിച്ച് പോകും, എൻ്റെ മകനുണ്ട്, അവനാണ് സാറിനിപ്പം ഇരിക്കുന്നത്. അപ്പം എന്നോട് ചോദിച്ചു എന്താണ് വേറൊരു മോഡൽ നോക്കുന്നോ, കുറച്ചൊക്കെ വന്നിട്ടുണ്ടോ. ഞാൻ പറഞ്ഞു നോക്കാം. അന്നത്തെ പേന അതിലിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ഒരു ഇതായിട്ട് ഇവരൊക്കെ ബുദ്ധിശാലികളാണ്, അപ്പോൾ അവർക്ക് മനസ്സിലായി കാണും, അപ്പോഴേ മനസ്സിലായി കാണും എൻ്റെ അത് പോയി കിട്ടണമെന്ന്, അല്ലെങ്കിൽ അതാ ചോദിക്കൊന്നുമില്ല. പുള്ളി പറഞ്ഞു ഗോഡൗണിൽ ഉണ്ടോ എന്ന് നോക്കണം. അന്ന് ഞങ്ങൾ അപ്പോൾ പുള്ളി പറഞ്ഞു ഇതൊരു ലിമിറ്റഡ് എഡിഷൻ ആയിരുന്നു അത്. അപ്പോൾ അന്ന് ഞങ്ങൾ ഈ മോംബ്ലാൻ ആൾക്കാർ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു സെറ്റ് തന്നിട്ടാണ് പോയത്. അപ്പോൾ ഇത് അങ്ങനെ ആൾക്കാർ വാങ്ങിക്കുകയില്ല, എക്സ്പെൻസീവ് ആണെന്നൊക്കെ അതുകൊണ്ട് വാങ്ങിക്കുകയില്ല. നോക്കട്ടെ, എൻ്റെ മകൻ ഗോഡൗണിൽ പോയിട്ടുണ്ട്, അവനോട് എത്തട്ടെ, ഞാൻ വിളിച്ച് ചോദിക്കാം, വൈകുന്നേരത്തിനകം വരുമ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞു. ഞാൻ പോയി ഓഫീസിൽ പോയി. അന്നേരം ബ്രൂഡ് ചെയ്തിരിക്കുക ഇങ്ങനെ പേന ഉണ്ടാവുമോ ഉണ്ടായിരുന്നു. ഒരു വൈകുന്നേരം 4 ആയപ്പോൾ ഞാൻ ഫ്രീ ആയി തിരിച്ചു വന്നു. ഈ ഷോപ്പിൽ വന്നപ്പോൾ പുള്ളി അവിടെ ഇല്ല. പുള്ളിയുടെ ഒരു കാർബൺ കോപ്പി ഒരു ചെറുപ്പക്കാരൻ, അതേ ഷേപ്പ് ഷർട്ടും ഒക്കെ ഇട്ട് ഇരിപ്പുണ്ട്, പക്ഷേ പ്രായക്കുറവ് ഒട്ടിരിക്കുന്നുണ്ട്. പക്ഷേ മനസ്സിലായി അദ്ദേഹത്തിൻ്റെ മകനാണെന്ന്. ഞാൻ ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇന്നവരാണ്. അപ്പോൾ പറഞ്ഞു എനിക്കറിയാം, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേര് മോഹൻ എന്നാണ്, മോഹൻ ചുഗാനി എന്ന് എൻ്റെ പേര്. പറഞ്ഞു പേന ഉണ്ട്, ഒരെണ്ണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി അതെടുത്ത് പുള്ളിയുടെ ട്രോയ്ക്കകത്ത് നിന്ന് എടുത്ത് ഇതുപോലെ അച്ഛൻ ചെയ്യുന്ന പോലെ തന്നെ തുടച്ച് വൃത്തിയാക്കി എൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ തന്നു. അപ്പോൾ ഞാൻ തിരിച്ചു കൊടുത്തു, അത് പെട്ടിക്കകത്ത് പാക്ക് ചെയ്ത് എൻ്റെ തന്നു. ആ പേനാണിത്. ഇതൊരു സർപ്രൈസ് ആയിരിക്കുന്നല്ലോ, അത് കൊള്ളാം. അപ്പോൾ ഇവൻ എത്ര വർഷത്തിൻ്റെ ജീവിതമുണ്ട് നമ്മുടെ കൂടെ? ഇതിപ്പോൾ ഞാൻ പുറത്തെടുത്തിട്ട് ഇപ്പം എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഞാൻ എൻ്റെ പേന തരാൻ പറഞ്ഞ് വാങ്ങിച്ചത്. വാങ്ങിച്ച കൂടുതൽ ഇത് ഞാൻ ഉപയോഗിച്ചില്ല, നിങ്ങൾ കണ്ടു. വേറെ ഒരു പേന ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, അതുണ്ടാക്കി പുറത്തൊക്കെ പോയി. ഇത് 6-7 വർഷത്തിന് ശേഷം ഉപയോഗിക്കുകയാണ്. എഴുതി എന്നുള്ളതാണ്. അല്ല, ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് വാങ്ങിയിട്ട്? 2007-2008 ആയിരിക്കും ആ സമയത്ത്. 15 വർഷത്തോളമായി. 15 വർഷം കഴിഞ്ഞതായിരുന്നു അല്ലേ? ഏതാണ്ട് 18 വർഷത്തോളമായി. അതിനകത്ത് ട്വിസ്റ്റ് എന്നു വെച്ച് കഴിഞ്ഞാൽ പുള്ളി കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചത് എന്താ വില എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയാം വില അറിയാമല്ലോ, അതിൽ കൂടുതലാവുകയുള്ളൂ നെയ്റോബിലാകുമ്പോഴത്തേക്ക്. ലണ്ടനിലെ വിലയേക്കാൾ കൂടുതൽ നെയ്റോബിലാവുകയുള്ളൂ. വില കൂടുതലാണ്, പക്ഷേ ഞാൻ ഏത് വിലയ്ക്ക് ഞാൻ വാങ്ങിക്കാൻ തയ്യാറായിരുന്നു. $1000 വാങ്ങിക്കാൻ ഞാൻ തയ്യാറായിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം അതെനിക്ക് അങ്ങ് അതുമായിട്ടൊരു ആത്മബന്ധം എനിക്കുണ്ടായി. അത് നഷ്ടപ്പെട്ടത് കൊണ്ട് വീണ്ടെടുത്തേ പറ്റൂന്ന് തോന്നൽ എനിക്കുണ്ടായി. നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില അന്നേരമാണ് നമുക്ക് അതിനോടുള്ള ബന്ധം അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു അച്ഛനെന്ന് വാങ്ങിച്ചപ്പോൾ എത്ര കാശ് കൊടുത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു $150. അതെന്നാ മതി. ശരി.
അടുത്ത ജനറേഷനിലേക്ക് അതേ സ്വഭാവം പകർന്നു എന്നുള്ളതേ. ഞാൻ അവൾ കൊടുത്തു, പേന എൻ്റെ കയ്യിലുണ്ട്. ഈ ആഫ്രിക്കയിൽ ചെന്ന് ദീർഘകാലം ജീവിക്കുമ്പോൾ ഭാര്യയും കുട്ടികളും ഒക്കെയുള്ള കുടുംബജീവിതം വരുമ്പോൾ നമുക്ക് വീട്ടിലെ ആ ഭക്ഷണം നമുക്ക് ഇഷ്ടമുള്ളത് വീട്ടിൽ പാചകം ചെയ്യാം. പക്ഷേ ഒറ്റയ്ക്ക് പോയി ജീവിച്ച കാലത്തൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാവിട്ടില്ലേ ഭക്ഷണം? പ്രത്യേകിച്ച് ആദ്യം ചെല്ലുന്ന നാളുകളിലൊക്കെ വ്യത്യസ്തമായ ഭക്ഷണം അതൊക്കെ ഇഷ്ടമാണോ ശരിക്കും ആ ഓരോ നാട്ടിലെയും ഭക്ഷണം? ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓരോന്നും പഠിച്ച് ഇഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. പല ഭക്ഷണങ്ങളും നമ്മൾ ഈ കേരളത്തിൽ ജീവിച്ച ഒരാളിന് ഈ ആഹാരത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് കൺസർവേറ്റീവാണ്. അപ്പോൾ അവിടുന്ന് ആ കൺസർവേറ്റിസം മാറ്റി അതിനകത്തുനിന്ന് ഒരു യൂണിവേഴ്സാലിറ്റി വരണമെന്നുണ്ടെങ്കിൽ സ്വല്പ സമയം പിടിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒന്ന് സ്റ്റേക്കിൻ്റെ അനുഭവമാണ്. ഒന്ന് ഒരു അർമേനിയൻ സുഹൃത്ത് പരിചയപ്പെട്ട് 4-5 ദിവസത്തിനകം പുള്ളി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കുകയാണ്. എവിടെ വെച്ചത്? അത് ഞാൻ സിറാലിയോണിൽ ഫ്രീ ടൗണിൽ ചെന്നിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. ചെന്നത്തെ 2-ാമത്തെ 3-ാമത്തെ ദിവസം അദ്ദേഹം വന്ന് എന്നെ പരിചയപ്പെട്ടു. ഞങ്ങളുടെ ഒരു കസ്റ്റമറാണ്, വളരെ അറിയപ്പെടുന്ന ഒരാളാണ്. പിയർ കുപ്പേലിയൻ എന്ന പേരുള്ള അർമേനിയക്കാരനാണ്. വളരെ 6-6 അടി പൊക്കവും നല്ല സുന്ദരനായൊരു മനുഷ്യൻ. അപ്പോൾ പുള്ളി എങ്ങനെയോ ഞങ്ങൾ തമ്മിൽ പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ സമയത്താണ് അമേരിക്കയുടെ അംബാസഡർ അവിടെ മാറി ഒരു പുതിയ അംബാസഡർ വരുന്നത്. അപ്പോൾ പിയറിൻ്റെ കമ്പനിയും അമേരിക്കൻ എംബസിയുമായിട്ട് ഒരുപാട് ബിസിനസ്സുണ്ട്. അപ്പോൾ അമേരിക്ക ഈ അംബാസഡർ വന്നപ്പം അദ്ദേഹത്തെ പിയർ വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ എന്നെയും എൻ്റെ സഹപ്രവർത്തകൻ ഗുഹ താക്കുർത്ത ഞങ്ങളെ രണ്ടുപേരും കൂടെ ക്ഷണിച്ചു. ഗുഹ അവിടെ നേരത്തെ ഉള്ളതാണ്. പുള്ളി മാനേജിങ് ഡയറക്ടർ, ഞാൻ മാനേജർ. അപ്പം പിയർ പുള്ളിയുമായിട്ട് 2 വർഷത്തെ പരിചയമായി കഴിഞ്ഞു. നേരത്തെ ഉണ്ട്. എന്നെ അവിടെ പരിചയപ്പെട്ടു. ഞങ്ങൾ ക്ലിക്കും ചെയ്തു. അപ്പോൾ ഞങ്ങളെ കൂടെ വിളിച്ചു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ കരുതി ഒരു പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും എന്ന് വിചാരിച്ച് പോയപ്പോൾ അമേരിക്കൻ അംബാസഡർ, അയാളുടെ വൈഫ്, അയാളുടെ സെക്രട്ടറി, ഗുഹ താക്കുർത്ത, അയാളുടെ വൈഫ്, ഞാൻ, നമ്മൾ തനിച്ച്, ഇത്രയേ ഉള്ളൂ ആൾക്കാർ. അല്ല അന്ന് ഭാര്യയൊന്നും കൂടെ ഇല്ല. ഞാൻ അന്ന് ചെന്നിട്ടേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് ചെന്നിട്ടേ ഉള്ളൂ. അത് 1979 ആദ്യമാണ്. ഗുഹ എന്നെ പിക്കപ്പ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ചെന്നപ്പോൾ അംബാസഡർ എത്തിയിട്ടുണ്ട് അവിടെ. രസികനായൊരു മനുഷ്യൻ, വളരെ അറിവുള്ളൊരു മനുഷ്യൻ. അപ്പോൾ ഗുഹ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു 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 ലേഡീസ് മാനാണ്. പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ലോറൻസ് ഓഫ് അറേബ്യയിലെ ഒമാർ ഷെരീഫിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു എടുപ്പാണ് പുള്ളിക്കുള്ളത്. പിന്നെ ഒരു 10-15 ഭാഷകൾ സംസാരിക്കും, പാടും. എല്ലാ രസികൻ, എല്ലാ തരത്തിലും അറിവ്, ധാരാളം വായിക്കും. പുള്ളിയുടെ സെക്രട്ടറിയുമായിട്ട് അങ്ങ് എളുപ്പമായി അവസാനം മടങ്ങിരുന്നു. സാബി പുള്ളിയുടെ വൈഫ് ഒരു വിസ്കിയും വെച്ച് അങ്ങിരുന്നു. അർമേനിയൻ രീതിയിലുള്ള ഫുഡാണ് എല്ലാം വെച്ചു. പലതരം ആഹാരങ്ങൾ, പേരൊക്കെ ഇതിനകത്തുണ്ട്, ഞാൻ ഓർക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് സ്വീറ്റ്സ് ആണല്ലോ, ഫുഡ് കഴിഞ്ഞിട്ട് സ്വീറ്റ്സ് ആണല്ലോ. അപ്പോൾ പുള്ളിയുടെ വൈഫ് ലോണ ഒരു വലിയ ബൗളിനകത്ത് ഒരു സ്വീറ്റ്സ് കൊണ്ടുവച്ചു. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ പച്ച നിറമുണ്ട്, നമ്മുടെ പേടയുടെ നിറമുണ്ട്, പിന്നെ ലഡുവിൻ്റെ ടൈപ്പ് നിറമുള്ളതുണ്ട്, ഒരു പച്ച നിറമുള്ളതൊരെണ്ണം കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി അപ്പോൾ ഇയാളെ സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. സ്വീറ്റ്സിൻ്റെ ഒരു ഉത്സവമാണല്ലോ എന്ന് കരുതി. അപ്പോൾ മേശപ്പുറത്ത് ആ സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി. ഗുഹ ഒരു സിഗരറ്റ് വലിക്കാൻ പോയി. ഗുഹയും സാവിയും 2 പേരും സിഗരറ്റ് വലിക്കും. ഗുഹ ഒരു 10 സിഗരറ്റ് വലിച്ചാൽ സാവി ഒരു 20 സിഗരറ്റ് വലിക്കും. പുള്ള വൈഫ് ഒരു എണ്ണം വഹിക്കും. പുള്ളി ഒരു 3 ബിയർ ബിസ്കറ്റ് കഴിക്കും, അവർ 4 കഴിക്കും. നല്ല കപ്പിൾ, ഒരു വളരെ രസകരമായ ഒരു കപ്പിളാണ്. അപ്പോൾ അവരങ്ങോട്ട് മാറി. അംബാസഡറും അങ്ങോട്ട് മാറിയിരുന്നു, ഏതാണ്ട് കുടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് കൊണ്ടുവച്ച് ഞാൻ എൻ്റെ ഞാൻ വലിയ പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞ് ആദ്യം ഒരു പേട എടുത്ത് വെച്ചു. പിന്നെ വേറൊരു എന്താ പറയുക സാധനം എടുത്ത് വെച്ചു. ഒരു 3-4 പീസ് അങ്ങ് എടുത്ത് വെച്ച് ഒരു ഫോർക്കും നൈഫും എടുത്തുകൊണ്ട് മുറിച്ചു. ഒരു പീസ് വായിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് സ്വീറ്റ് അല്ല. ഉപ്പിലിട്ട മാങ്ങ കുറേ കാലം ഇരുന്ന് കഴിഞ്ഞിട്ട് വായിലിട്ടാൽ എങ്ങനെ ഇരിക്കും? അതിൻ്റെ ഒരു 10 ഇരട്ടി ചുവയും അതിൻ്റെയൊക്കെ ഗ്യാസും കമർപ്പും എല്ലാം കൂടെ സാധനം. അപ്പോൾ എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്ന മട്ടായിട്ടുണ്ട്. അപ്പോൾ ഇറക്കാതിരിക്കാനും മേല, കാരണം അത് ഇത്ര എടുത്ത് വെച്ചതല്ലേ.
അല്ല ഒരു ഹോസ്റ്റിനെ നമുക്ക് ഇൻസൾട്ട് ചെയ്യാൻ പറ്റുമോ? ഫുഡ് എടുത്ത് വെച്ചിട്ട് തിരിച്ച് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അംബാസഡർ അങ്ങോട്ട് വന്നു. പുള്ളി വന്ന് ഒരു ചെറിയ പ്ലേറ്റ് എടുത്തിട്ട് ഒരു പേഡായുടെയോ ഒരു പീസ് എടുത്തുകൊണ്ട് പോകും. എടുത്തിട്ട് എൻ്റെ പ്ലേറ്റ് നോക്കിയിട്ട്, ഓ ഭാസ്കർ, യു ലൈക്ക് ചീസ് സോ മച്ച്. എടുത്ത് വാരി വെച്ചിരിക്കുകയല്ലേ. അപ്പോഴാണ് ചീസ് ആണെന്ന് മനസ്സിലായത്. പുള്ളി ബുദ്ധിപൂർവ്വം വളരെ ചെറിയൊരു പീസ്. അതാണ് കറക്റ്റ്, അതാണ് കറക്റ്റ്. പക്ഷേ ഈ ലോണോ കുറേ കൊണ്ട് വെച്ചു അങ്ങോട്ട്, അത്രയും കൊണ്ട് വെക്കേണ്ട കാര്യം നീതി പുലർത്താൻ തീരുമാനിച്ചതാ. ഏതായാലും ഞാൻ ബാക്കി എല്ലാവരും എൻഗേജ്ഡ് ആയിരുന്നു. അവർ അതുകൊണ്ട് വൈൻ കഴിച്ചു അങ്ങോട്ട് മാറി ഇങ്ങോട്ട് സംസാരിച്ചു. ഞാൻ അവിടെ ഒന്നുകൊണ്ട് കഴിച്ചു വന്നു. മുഴുവൻ കഴിച്ചു. കണ്ണിൽ വെള്ളം വന്നു, ഇതെല്ലാം വന്നു, എല്ലാം കൂടെ കാര്യങ്ങൾ കഴിച്ചു, സംഗതി തീർത്തു. ഏതായാലും ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ചില നിമിഷങ്ങളെയാണ് നമ്മളിവിടെ പങ്കുവച്ചത്. ഗംഭീരമായ അനുഭവങ്ങളായിരുന്നു. വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അനുഭവം പങ്കുവെക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ പഴയ കാര്യങ്ങൾ ഓർമ്മ വരികയും പല കാര്യം മറന്നു എന്ന് വിചാരിച്ച കാര്യങ്ങൾ തിരിച്ച് വരികയൊക്കെ ചെയ്തൊരു അനുഭവം കൂടി ഇപ്പോൾ ഇത് കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം.